सभी दोस्तों को VRDG हिंदी क्लासेस की एक नई कक्षा में स्वागत है। आज हम नवीं कक्षा की एक कविता पढ़ेगी। कविता का नाम है अकाल में सारस। अकाल में सारस नामक कविता का कवि है केदारनाथ सिंह। केदारनाथ सिंह जी द्वारा रचित एक छोटी कविता है अकाल में सारस। എല്ലാ കൂട്ടുകാർക്കും VRDG ഹിന്ദി ക്ലാസ്സസിലെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 9ാം ക്ലാസ്സിലെ ഒരു കവിത പഠിക്കും. കവിതയുടെ പേര് അകാൽ മേം സാരസ്. കവിയുടെ പേര് കേദാരനാഥ് സിംഹ്. ഇന്നും ആദ്യം നമ്മൾ കവിതയുടെ ടൈറ്റിലാണ് ചർച്ച ചെയ്യുന്നത്. അകാൽ എന്ന വാക്ക് ആദ്യം നമുക്ക് ശ്രദ്ധിക്കാം. അകാൽ എന്നാൽ എന്താണ്? വരൾച്ച അല്ലേ? വരൾച്ച. എപ്പോഴാണ് വരൾച്ച ഉണ്ടാകുന്നത്? മഴ പെയ്യാത്ത അവസരത്തിൽ അല്ലേ? മഴ പെയ്യാതിരിക്കാൻ എന്തായിരിക്കും കാരണം? പല കാരണങ്ങൾ കാണും അല്ലേ? എന്താണ്? മനുഷ്യൻ്റെ അനിയന്ത്രിതമായ കൈകടത്തൽ കാരണം കാലാവസ്ഥ തന്നെ മാറിപ്പോയിരിക്കാം. അതും വരൾച്ചയ്ക്ക് ഒരു കാരണമാണ്. രണ്ടാമത്തെ ആ കവിതയിൽ പറയുന്ന മുഖ്യ കഥാപാത്രം സാരസ്. എന്താണ് സാരസ്? കേട്ടിട്ടുണ്ടോ? സാരസ് സാരസ് ശബ്ദ കാ അർത്ഥ ഹൈ പക്ഷി. സാരസ് പക്ഷി, അതായത് ദേശാടന പക്ഷികൾ എന്ന് നമ്മൾ പറയും. ദേശാടന പക്ഷി, ഒരു ദേശത്തു നിന്നും മറ്റൊരു ദേശത്തോട്ട് സഞ്ചരിക്കുന്ന പക്ഷികൾ, തീറ്റയും വെള്ളവും തേടി സഞ്ചരിക്കുന്ന പക്ഷികൾ. അപ്പോൾ ഈ പക്ഷികൾ എന്തായിരിക്കും ഇവിടെ എത്തിയത്? ഈ പട്ടണത്തിൽ നമുക്ക് നോക്കാം. 3 बजे दिन में आ गए वे, जब वे आए किसी ने सोचा तक नहीं था कि ऐसे भी आ सकते हैं सारस. 3 बजे दिन में, ദിവസം, ഒരു ദിവസം 3 മണിക്ക്. 3 ബജെ ദിൻമേം 3 ബജെ, ദിവസത്തിൽ 3 മണിക്ക്. ആയേ വേ, അവ വന്നു, ആ പക്ഷികൾ. ജബ് വേ ആയേ കിസിനെ സോച്ചാ തക്ക് നഹിം താ, അവ വരുമെന്ന് ആരും പ്രതീക്ഷിച്ചതല്ല, ചിന്തിച്ചതല്ല. കി ऐसे भी आ सकते हैं सारस, ഇങ്ങനെയും സാരസ പക്ഷികൾ, ദേശാടന പക്ഷികൾ വരുമോ? ഏക് കെ ബാദ് ഏക്, ഒന്നിന് പുറകെ ഒന്നൊന്നായിട്ട്. ബേ ജുണ്ട്, ജുണ്ട്, ജുണ്ട് ശബ്ദക്ക് അർത്ഥം ഹേ കൂട്ടം. ജുണ്ട് എന്ന് പറഞ്ഞാൽ കൂട്ടം എന്നാണ് അർത്ഥം. ധീരെ ധീരെ, ധീരെ ധീരെ, പതിയെ പതിയെ. ധീരെ ധീരെ ആയേ, അവ പതിയെ പതിയെ വന്നു, ഒരു കൂട്ടത്തിന് പുറകെ മറ്റൊരു കൂട്ടമായിട്ട്. ധീരെ ധീരെ വേ ചാകേ, അവ പതിയെ പതിയെ അവിടെ മൊത്തം വ്യാപിച്ചു. സാരേ ആസ്മാനുമേയും, മുഴുവൻ ആകാശത്തും. സാരേ ആസ്മാൻ, ആസ്മാൻ ആകാശം. സാരേ ആസ്മാനുമേയും ധീരെ ധീരെ ഉൻകെ ക്രേങ്കാർ സേ ഭർ ഗയാ, അവയുടെ ക്രേങ്കാര ശബ്ദം, ദേശാടന പക്ഷികളുടെ ഒച്ച, സൗണ്ട്, ക്രേങ്കാര ശബ്ദത്താൽ മുഴുകി. സാരാ ക സാരാ ഷഹർ, ആ പട്ടണം മൊത്തവും ആ ദേശാടന പക്ഷികളുടെ ക്രേങ്കാര ശബ്ദത്താൽ മുഴുകി. സാരാ ഷഹർ. വേ ദേർ തക് കർത്തെ രഹേ ഷഹർ की പരിക്രമ. വേ ദേർ തക്, കുറേ നേരം. ദേർ തക് കർത്തെ രഹേ, കുറേ നേരം അവ എന്ത് ചെയ്തു? ഷഹർ की പരിക്രമ, പരിക്രമണം ചെയ്തു, ചുറ്റിക്കറങ്ങി ആ പട്ടണം മൊത്തവും. ദേർ തക് ചത്തോം ഓർ ബാരസോം पर उनके डाइनोम से चरती रही. देर तक छतों और बारजों पर उनके डाइनोम से चरती रही. കുറേ നേരം. ദേർ തക്ക് ചത്തോം പർ, ചത്തോം എന്ന് പറഞ്ഞാൽ മേൽക്കൂര,
മുകൾ ഭാഗം, കെട്ടിടത്തിൻ്റെയൊക്കെ മുകൾ ഭാഗത്തിനാണ് ഛത്തോം എന്ന് പറയുന്നത്. ഓർ ബാരജോം മട്ടുപ്പാവ് പർ ഉൻകെ ഡൈനോം സെ ചർത്തി രഹി, അവയുടെ ചിറകടി ശബ്ദം മുഴങ്ങിക്കൊണ്ടേയിരുന്നു. ദാൻ കി സൂക്കി പത്തിയോം കി ഗന്ധ്, ദാൻ കി സൂക്കി പത്തി, ധാന്യത്തിൻ്റെ, കി സൂക്കി ഉണങ്ങിയ, പത്തിയോം ഇലകൾ, പത്തിയോം കി ഗന്ധ് മണം, അചാനക് പ്രതീക്ഷിക്കാതെ, എക് ബുഡിയ ने उन्हें देखा जरूर, एक ബുഡിയാനെ, ഒരു വയസ്സയായ സ്ത്രീ, അചാനക് പ്രതീക്ഷിക്കാതെ, ഉനെ ദേക്ക അതിനെ കണ്ടു, ജരൂർ തീർച്ചയായിട്ടും, ബേ പാനി കി തലാഷ് മേ മായേ ഹേ, തീർച്ചയായിട്ടും അത് വെള്ളം അന്വേഷിച്ച്, തലാഷ് അന്വേഷിച്ച്, ആയേഹെ വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ സാരസ പക്ഷി വെള്ളം അന്വേഷിച്ച് വന്നിരിക്കുകയാണെന്ന് ഒരു വയസ്സ മനസ്സിലാക്കുന്നു. ഉസ്നെ സോച്ച, വഹ് रसोई में गई और आंगन के बीचों बीच लाकर रख दिया एक जल भरा कटोरा. ആ സ്ത്രീ എന്ത് ചെയ്തു, ആ വയസ്സയായ സ്ത്രീ എന്ത് ചെയ്തു, വഹ് രസോയി മേം ഗയി, രസോയി അടുക്കള, രസോയി മേം ഗയി और ആംഗൻ മുറ്റം, ആംഗൻ കെ ബീച്ചോം ബീച്ച് മുറ്റത്തിൻ്റെ മധ്യഭാഗത്ത്, ലാക്കർ രഖാ ദിയ ഏക് ജൽ ഭര കട്ടോര, അപ്പം മുറ്റത്തിൻ്റെ മധ്യഭാഗത്തായിട്ട് അവരൊരു കട്ടോര കിണ്ണം, ജൽ ഭര ഒരു കിണ്ണം ജലം നിറച്ച് കൊണ്ടുവച്ചു. എന്തിനായിരിക്കും അങ്ങനെ ചെയ്തത്? സാരസ പക്ഷികൾക്ക് കുടിക്കാൻ അല്ലേ. വഹ് രസോയി മേം ഗയി और आंगन के बीचों बीच लाकर रख दिया एक जल भरा कटोरा. ആ സ്ത്രീ, വയസ്സായ സ്ത്രീ അടുക്കളയിൽ നിന്നും ഒരു കിണ്ണത്തിൽ ജലം നിറച്ച് മുറ്റത്തിൻ്റെ മധ്യഭാഗത്ത് കൊണ്ടുവച്ചു. ലേക്കിൻ സാരസ് ഉസി തരഹ കർത്തേ രഹേ ഷഹർ കി പരിക്രമ, നാ തോ ഉനോനെ ബുഡിയാ കോ ദേഖാ. എന്നാൽ ഈ സാരസ പക്ഷികൾ, ദേശാടന പക്ഷികൾ ആ പട്ടണം മൊത്തം കറങ്ങി നടന്നു. ഈ വയസ്സായ വൃദ്ധയെയും വൃദ്ധ വെച്ച വെള്ളത്തിനെയും അത് ശ്രദ്ധിച്ചില്ല, കണ്ടില്ല എന്നാണ് പറഞ്ഞത്. ലേക്കിൻ സാരസ്, എന്നാൽ ദേശാടന പക്ഷികൾ ഉസി തര കർത്തേ രഹേ ഷഹർ കി പരിക്രമണ, ആ പക്ഷികൾ അതുപോലെ തന്നെയാണ് വീണ്ടും ആ പട്ടണത്തെ ചുറ്റിക്കറങ്ങിക്കൊണ്ടേയിരുന്നു, പരിക്രമണം ചെയ്തുകൊണ്ടേയിരുന്നു. നാത്തോ ഉനോനെ ബൂട്ടിയാ കോ ദേക്ക, അവർ ഈ വയസ്സായ സ്ത്രീയെ കണ്ടില്ല. അടുത്ത വരി നോക്കൂ. നാ ജൽ ഭർ കട്ടോരേക്കോ, ആ വെള്ളം നിറച്ച കിണ്ണവും പക്ഷികൾ കണ്ടില്ല. സാരസോം കോ തോ പതാ തക് നഹിം ദാ കി നീച്ചെ രഹത്തെ ഹേ ലോഗ് ജോ ഉനെ കഹത്തെ ഹേ സാരസ്. സാരസോം കോ തോ പതാ തക് നഹിം ദാ, ഈ ദേശാടന പക്ഷികൾക്ക് അറിഞ്ഞുകൂടായിരുന്നു, എന്തെന്നാൽ നീച്ചേ രഹത്തെ ഹേ ലോഗ്, താഴെ താമസിക്കുന്നത്, ആകാശത്തിൻ്റെ താഴെ താമസിക്കുന്ന ലോഗ് ആൾക്കാർ, ജോ ഉനേം കഹത്തെ ഹേ സാരസ്, അവര് ഈ പക്ഷികൾക്ക് പറയുന്നത് ദേശാടന പക്ഷികളാണ് അല്ലെങ്കിൽ സാരസ് ആണെന്ന് ഈ പക്ഷികൾക്ക് തന്നെ അറിഞ്ഞുകൂടായിരുന്നു. പാനി കോ ഗോജത്തെ ദൂർ ദേശവർ സേ ആയേ ദേവേ, पानी को गूंजते दूर देशावर तक जाना था उन्हें. നോക്കൂ, പാനി കോ ഗോജത്തെ, ഗോജന അന്വേഷിക്കുക, വെള്ളത്തിനെ അന്വേഷിച്ച്, വെള്ളം അന്വേഷിച്ച്, ദൂർ ദേശ് വർഷേ ആയേ ദേവേ, അവ ഏതോ ദൂരദേശത്ത് നിന്ന് വന്നിരിക്കുകയാണ്. ദേശവാർ ദൂരദേശത്ത് നിന്ന്, ദൂർദേശവർ എന്ന് വെച്ചാൽ ദൂരദേശത്ത് നിന്ന്, സേ ആയേ ദേവേ അവ വന്നിരിക്കുന്നു. പാനി കോ ഗോജത്തെ ദൂർ ദേശാവർത്തക്ക് ജാനാദ ഉനെ, അതുകൂടാതെ ഈ ദേശത്ത് നിന്നും മറ്റൊരു ദേശത്തിലോട്ടും ഇതിന് വെള്ളം അന്വേഷിച്ച് പോകേണ്ടതുണ്ട്.
सो उन्होंने गर्दन उड़ाई, गर्दन गर्दन कഴുത്ത്, गर्दन कഴുത്ത്, गर्दन उड़ाई, उन्होंने गर्दन उड़ाई, एक बार पीछे की ओर देखा, ഒരു പ്രാവശ്യം एक बार पीछे की ओर देखा, പുറകിലോട്ട് നോക്കി. അപ്പോൾ അവ എന്ത് ചെയ്തു? ഒരു പ്രാവശ്യം അല്ലെ, ഉനോനെ ഗർദൻ ഉഡായി, അവ കഴുത്തുയർത്തി, ഏക് ബാർ പീച്ചേക്ക് ഓർ ദേക്ക, ഒരു പ്രാവശ്യം പുറകിലോട്ട് നോക്കി. ന ജാനെ ക്യാദാ വഹ് നിഗാഹുമയും ദയാഖി കൃണ, ന ജാനെ അറിഞ്ഞുകൂടാ, ന ജാനെ ക്യാദ എന്തായിരുന്നു, ഉസ് നിഗാഹ്, നിഗാഹ് അടുത്ത്, നിഗാഹുമയും ദയാക്കി കൃണ ദയയോട്, കൃണ വെറുപ്പ്, കൃണ ശബ്ദക്കാർത്ത വെറുപ്പ്, കൃണ വെറുപ്പ്, ദയ തന്നെയാണ്, ദയ കി കൃണ. അപ്പം ഇവിടെ ഒരു ദയാണ് കാണിച്ചത് അല്ലേ. ഈ വയസ്സ എന്ത് ചെയ്തു? ഈ പക്ഷികൾക്ക് കുടിക്കാൻ വേണ്ടി ഒരു കിണ്ണത്തിൽ നിറച്ചും വെള്ളം കൊണ്ട് മുറ്റത്തിൻ്റെ മധ്യഭാഗത്ത് വെച്ചു. എന്നാൽ ഈ പക്ഷികൾ ഇത് ശ്രദ്ധിച്ചോ? ഇല്ല. दया की कृणा पर एक बार जाते जाते उन्होंने शहर की ओर मुड़कर देखा जरूर. पर എന്നാൽ एक बार ഒരു പ്രാവശ്യം, जाते जाते പോകുന്ന പക്ഷികൾ, जाते जाते उन्होंने അവ, ആ പക്ഷികൾ, ആ സാരസ പക്ഷികൾ, ഷഹർ കി ഓർ മുടുക്കർ, ഈ പട്ടണത്തെ ഒന്ന് തിരിഞ്ഞു നോക്കി, മുടുക്കർ മുടുന തിരിയുക, ദേക്ക മുടുക്കർ ദേക്ക തിരിഞ്ഞു നോക്കി, ജരൂർ തീർച്ചയായിട്ടും, ഫിർ ഹവാമയും അപ്പനെ, ഫിർ ഹവാമേ ഹവാ കാറ്റ്, ഹവാമേം അപ്പനെ ഡൈനേം പീട്ടത്തെ ഹുയെ അതിൻ്റെ ചിറകടിച്ചുകൊണ്ട്, ഡൈനേം ചിറക്, ഡൈനേം പീട്ടത്തെ ഹുയെ അടിക്കുക, പീട്ടത്തെ ഹുയെ ദൂരിയോമയും ധീരെ ധീരെ ഖോ ഗയേ സാരസ്, ധീരെ ധീരെ ദൂരിയോമയും പതിയെ അത് ദൂരെ അപ്രത്യക്ഷമായി, ഖോ ഗയ അപ്രത്യക്ഷമായി, സാരസ്. അപ്പോൾ ഈ കവിതയിൽ എന്താണ്? സാരസ പക്ഷികൾ ജലം അന്വേഷിച്ച് വരുന്നതും അവിടെ ഒരു വൃദ്ധ ഈ പക്ഷികൾക്ക് കുടിക്കാൻ വേണ്ടി വെള്ളം വെച്ചതും, എന്നാൽ ഈ പക്ഷികൾ എന്ത് ചെയ്തു? ആ ദയയെ കൃണയായിട്ട് കണ്ട് പറന്നു പോവുകയും ചെയ്തു. എന്തായിരിക്കും അതിന് കാരണം? दया को घृणा के रूप में देखकर ये सारस पक्षी अपने डायनोम को पीटते हुए दूर देश में उड़ गए. क्यों? എന്തുകൊണ്ടായിരിക്കും? അത് നമുക്കറിയാം. മനുഷ്യരുടെ അനിയന്ത്രിതമായ കൈകടത്തൽ കാരണമാണ് പ്രകൃതിയിൽ വരൾച്ചയ്ക്ക് കാരണമാകുന്നത്. വലിയ വലിയ ബിൽഡിങ്ങുകളും പാലങ്ങളും ഒക്കെ റോഡും മറ്റും നിർമ്മിക്കുന്നതിന് വേണ്ടി മനുഷ്യർ അനിയന്ത്രിതമായി വനം വെട്ടി നശിപ്പിക്കുന്നു. അതിൻ്റെ കാരണത്താൽ മഴ കുറയുന്നു. അതുകൊണ്ട് മൃഗങ്ങൾക്കും മറ്റു പക്ഷികൾക്കും ജീവിക്കാനുള്ള സാഹചര്യം ഇല്ലാതെയാകുന്നു. അതാണ് ഇവിടെ സംഭവിച്ചത്. പക്ഷി ജലം അന്വേഷിച്ച് വരികയാണ്. എന്നാൽ ഒരു മനുഷ്യ സ്ത്രീ അതിനോട് ദയ കാണിച്ചെങ്കിലും അത് ശ്രദ്ധിക്കാതെ പറന്നു പോകുന്നു. കാരണം അനേകം മനുഷ്യർ കാരണമാണ് ഇത്തരത്തിൽ വരൾച്ചയ്ക്ക് കാരണമാകുന്നത്. इसलिए दोस्तों हम प्रकृति को बचाना चाहिए, प्रकृति को हम बचाना चाहिए. मानव के अनियंत्रित हस्तक्षेप के कारण प्रकृति का मौसम सभी बदल गए हैं. ऐसे करने से हमको बारिश नहीं मिलेगी और मौसम बदल जाएगी. അപ്പോൾ മനുഷ്യരുടെ ഈ അനിയന്ത്രിതമായ കൈകടത്തൽ കാരണം കാലാവസ്ഥയും മാറിപ്പോയിരിക്കുന്നു. മഴ കിട്ടാത്ത അവസ്ഥയായി മാറി. അങ്ങനെ വരൾച്ചയിൽ അതിശക്തമായ വരൾച്ചയ്ക്കൊക്കെ കാരണമാകും. അതുകൊണ്ട് പ്രകൃതിയെ സംരക്ഷിക്കണം. പ്രകൃതി കോ ബച്ചാവോ യഹ് സന്ദേശ് ദേനെ വാലി കവിത ഹൈ അകാൽ മേം സാരസ്. പ്രകൃതിയെ സംരക്ഷിക്കണം എന്ന സന്ദേശം നൽകുന്ന കവിതയാണ് അകാൽ മേം സാരസ്.
അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഇന്ന് നമ്മൾ പഠിച്ച അകാൽമേം സാരസ് എന്ന കവിതാഭാഗം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ കവിത കഴിഞ്ഞാൽ അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ആസ്വാദൻ ടിപ്പണിയാണ്. ആസ്വാദൻ ടിപ്പണി തയ്യാറാക്കുന്ന രീതിയെപ്പറ്റിയും അവ തയ്യാറാക്കുന്നതും നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഒരു പ്രവർത്തനമായി ചെയ്യും. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ ക്ലാസ് ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. ഏവർക്കും നന്ദി.